morning. Maths class standard 8, chapter 5, data handling, test class, part 3. So I think about this part is actually a very easy one. You can score. I think about 5 to 6 marks is from here. 2 questions. Can easily get in mark for the examination. So you thoroughly check up and I will do 4 questions here. Others you can very easily you can do it. Chance and probability. മലയാളത്തിൽ സാധ്യത കിട്ടാനുള്ള സാധ്യത. നമുക്ക് സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും നമുക്കെപ്പോഴും നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ ചിലത് പോകുന്നതിനേക്കാൾ ചിലത് ഇല്ലാതിരിക്കും. അപ്പം കിട്ടാനുള്ള സാധ്യത എന്തുമാത്രമുണ്ട് എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഇപ്പം പരീക്ഷ ചെയ്തതിനു ശേഷം ആൻസർ ഷീറ്റൊക്കെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പോയി ആൻസർ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര മാർക്ക് കിട്ടാനുള്ള സാധ്യത. നിങ്ങൾ ചിലപ്പോൾ പറയും 8 കിട്ടിയത് ചിലപ്പോൾ 90 കിട്ടും, 60 കിട്ടും. എങ്ങനെയാണ് നിങ്ങളത് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ പോയി ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ പുസ്തകത്തിൽ പോയി നോക്ക്, നിങ്ങൾ എഴുതിയതുമായിട്ട് പരിശോധിച്ച് നോക്കും. അപ്പം തെറ്റിപ്പോയതാണ് നിങ്ങൾക്കത്. തെറ്റിപ്പോയതിൻ്റെ മാർക്കെല്ലാം നിങ്ങൾ കുറയ്ക്കും, ശരിയായെങ്കിൽ മാർക്ക് കൂട്ടും. എന്നിട്ടാണ് നിങ്ങളുടെ പ്രോബബിലിറ്റി ഉള്ളത്. അത് പ്രോബബിലിറ്റിയാണ്, കിട്ടിയതല്ല. കിട്ടിയതാണെങ്കിൽ ടീച്ചർ പേപ്പർ നോക്കി മാർക്ക് നിങ്ങൾക്ക് പ്രോഗ്രസ് തരുമ്പോൾ മാത്രം. അതാണ് റിയൽ. അതിനു മുമ്പോഴെല്ലാം പ്രോബബിലിറ്റി, ചാൻസ്. അപ്പം ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ചാൻസ് പഠിക്കുന്ന ഒരു ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിന്റെ ഒരു മെയിൻ ഭാഗമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കും. സോ നമുക്ക് നോക്കാം. പേജ് 86 ട്രൈ ദീസ് ആണ്. ഒരു വീല് തന്നിട്ടുണ്ട്. ഈ വീലിൽ നിന്ന് സ്പിന്നിങ് ഇല്ല, കറങ്ങുന്ന വീലാണ്. ഇവിടെ ഒരു സൂചിയുണ്ട്. അപ്പം വീൽ ഇങ്ങനെ കറങ്ങുന്ന സ്ഥലം കറക്കം ചെയ്യുമ്പോൾ സൂചി ഇതേലോട്ടോ കണ്ട് നിൽക്കും, സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളുടെ ലോട്ടറി നമ്മുടെ സർക്കാർ ലോട്ടറി തിരഞ്ഞെടുക്കുന്നത് എല്ലാ ജില്ലയിലും വെച്ച് ഇവിടെ കോട്ടയത്ത് മാമൻമാർക്കാളെ വെച്ചിട്ടുണ്ട്. എപ്പോഴും അവസരം ഉണ്ടെങ്കിൽ ലോട്ടറി തിരഞ്ഞെടുപ്പ് കാണാൻ അവിടെ ചെന്ന് ഇതുപോലത്തെ ഒരു വീലാണ്. ആ വീല് 1 മുതൽ 9 വരെ നമ്പർ ഉണ്ടെങ്കിൽ 0 മുതൽ 9 വരെ. കാരണം 10 എന്ന് പറയുമ്പോൾ 1 0 അതായത് 1 തൊട്ട് ഇതുപോലത്തെ വീല് കറക്കണം. വീല് വന്ന് ആദ്യം ഇങ്ങനെ കറക്കുമ്പോൾ ഉണ്ടാവും 0 1 2 3 4 5 6 7 8 9 ഇങ്ങനെ. അപ്പൊ ഈ കറക്കുമ്പോൾ വീല് വന്ന് നിൽക്കുന്നത് 0-ലാണെങ്കിൽ അത് 0 ഒഴിച്ച് ബാക്കിയൊക്കെ എടുക്കും. അപ്പൊ 1-ലാണെങ്കിൽ 1. വീണ്ടും കറക്കുമ്പോൾ കിട്ടിയത് 0. അടുത്ത കറക്കുമ്പോൾ കിട്ടിയത് നമുക്ക് 4. വീണ്ടും കറക്കുമ്പോൾ കിട്ടിയത് 5. അതായത് ലോട്ടറിക്ക് എത്ര നമ്പർ ഉണ്ട്? 6 നമ്പർ. ഈ 2 അടുത്തത് 7 കറക്റ്റ്, അടുത്തത് 1. ഇതാണ് ലോട്ടറിയുടെ 1ാം സ്ഥാനം. മനസ്സിലായി? പിന്നെ സീരീസ് ഉണ്ട്. A B C D E 5 സീരീസ്. പിന്നെ വേറെ വിഷയത്തിന്റെ സീരീസ് ഉണ്ട്. A B. അപ്പൊ നമുക്ക് ഈ സീരീസ് ലോട്ടറി ഡയറക്ടർ 1ാം സമ്മാനം E1045. ഇതിനായിട്ട് 2ാം സമ്മാനത്തിൽ വീണ്ടും കറക്കും. എല്ലാ സമ്മാനങ്ങളും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് 10 ലക്ഷം ടിക്കറ്റ് കിട്ടും. 10 ലക്ഷം ടിക്കറ്റും ഉടനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാതെ ഒരാൾ ഒരു ടിക്കറ്റ് നമ്പർ എടുത്തു ആ കിട്ടിയ ആൾക്കാർ, അതല്ല, അങ്ങനെയല്ല. അത് പ്രായോഗികമല്ല, കറക്റ്റ് വരും. കാരണം 10 ലക്ഷം ടിക്കറ്റ് ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനകത്ത് ഒരാൾക്ക് സമ്മാനത്തിനുള്ള സാധ്യത വളരെ ഇതാണ്. പക്ഷേ വീല് അറിയുന്നത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ഏത് നമ്പരാണ് ആദ്യം ഇരിക്കുന്നത് ആദ്യം, രണ്ടാമത് ഇങ്ങനെയാണ് ലോട്ടറി തരുന്നത്. ഇതെല്ലാം പ്രോബബിലിറ്റി സ്പിന്നിങ് വീൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് സ്പിന്നിങ് വീൽ. ഇവിടെ സ്പിന്നിങ് വീലുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ പ്രോബബിലിറ്റി ഉണ്ടാകുന്നത് ഒരു കൊയിൻ. ആ കൊയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ടെയിലുണ്ട്, ഹെഡുണ്ട്. അതിങ്ങനെ മേളോട്ട് ടോസ് ചെയ്താൽ താഴെ ഒന്ന് വീഴുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് വീഴും, അല്ലെങ്കിൽ ടെയിൽ വീഴുകയും. അപ്പം ഇതിന് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടോയിങ് ടോസ് ചെയ്യും. ടോയിങ്
കോയിൻ ടോസ് ചെയ്യുക, ടോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് എത്ര വശമുണ്ട്? കോയിൻ 2 വശം, 2 വശവും. അപ്പം ടോട്ടൽ ഔട്ട്കം 2ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് കിട്ടാനുള്ള സാധ്യത നോക്കി ടോസ് ചെയ്യണം. ഒന്നെങ്കിൽ ഹെഡായിരിക്കും, അല്ലെങ്കിൽ ഹെഡ്. അപ്പൊ ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1. അപ്പോൾ 1 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ കിട്ടാനുള്ള ചാൻസ് 1. അപ്പൊ ഗെറ്റിംഗ് എ ഔട്ട്കം ഹെഡ് കിട്ടാനുള്ളത് 1, ടെയിൽ കിട്ടാനുള്ളത്. അപ്പൊ പ്രോബബിലിറ്റി ഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്രയില്ല? 2. പ്രോബബിലിറ്റി ടെയിൽ കിട്ടാനുള്ളത് ടോട്ടൽ ഗെറ്റിംഗ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദ ഔട്ട്കം ഹെഡ് ബൈ ടോട്ടൽ ഔട്ട്കം 2. അപ്പോൾ 1/2 ടെയിൽ കിട്ടാനില്ല. ശരി, കാരണം ഇത് തമ്മിൽ കൂട്ടിയാൽ 1 കിട്ടണം. അതാണ് പ്രോബബിലിറ്റി. 1/2 കൂട്ടുമ്പോൾ 2/2 അല്ലേ? 1 + 1 2/2. അതായത് എപ്പോഴും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ഔട്ട്കംസ് എല്ലാം കൂടുമ്പോൾ 1 അല്ലെ തെറ്റാണ്. അതെപ്പോഴും ഒത്തിരി ശരിയാണെന്ന് പറയാൻ എപ്പോഴും 1 കിട്ടിയില്ലെങ്കിൽ ശരിയാണ്. അതുപോലെ ഡൈ ഇടുക. ഡൈ അറിയാമല്ലോ, 6 1 to 6 ഡൈക്ക് 1 മുതൽ 6 വർഷത്തോളം. 1 കിട്ടാനുള്ള ചാൻസ് 1, 2 കിട്ടാനുള്ള ചാൻസ് അല്ലേ? 1 കിട്ടാനുള്ള ചാൻസ് 1, 2 കിട്ടാനുള്ള ചാൻസ് 1, 3 കിട്ടാനുള്ള ചാൻസ് 1. കാരണം 1 മാത്രമേ കിട്ടുള്ളൂ, വേറെ കിട്ടുള്ളൂ. ഡൈക്ക് 1 വർഷം 4 കിട്ടാനും 1, 5 കിട്ടാനും 1, 6 കിട്ടാനും. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ? 1/6 ആണ്. ഇത് 1/6 ഇല്ല. ഇത് 6 6/6. അപ്പം ഡൈ ഈ ഇറക്കിയാൽ കിട്ടാൻ പ്രോബബിലിറ്റി 1/6 എല്ലാത്തിനും ഒരേ ചാൻസ് 6 വേർഡിനെ വീണ്ടും. അപ്പൊ ഇതാണ് പ്രാഥമികമായിട്ട് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ കേസ്. റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ സെക്ടർ. ഇവിടെ സെക്ടർ എന്ന് പറയാം, ഇതില്ല സെക്ടർ. ഇതിനാണ് സെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് സെക്ടർ അല്ലേ? നിങ്ങൾ പഠിച്ചല്ലോ, സർക്കിൾ എന്ന് സെക്ടർ. അപ്പൊ ഗ്രീൻ കിട്ടാനുള്ള ചാൻസ് കണ്ടുപിടിക്കാനാണ്. നമ്പർ ഓഫ് ഔട്ട്കം ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ സെക്ടർ. ഗ്രീൻ സെക്ടർ കിട്ടാൻ എത്ര ഔട്ട്കം ഉണ്ട്? ഓക്കെ, ഗ്രീൻ 1 2 3 4 ഗ്രീൻ ഉണ്ട്. അപ്പം 4 ചാൻസ് ആകും. 4 ഗ്രീൻ ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ സെക്ടർ ഈസ് ഈക്വൽ ടു 4. ഈ ടോട്ടൽ എത്രയാണ്? 1 2 3 4 5 6 7 8. ടോട്ടൽ 8 ഉണ്ട് കേട്ടോ. ടോട്ടൽ 8 സെക്ടറാണ്. ടോട്ടൽ 8. ഗ്രീൻ ഉള്ളത് 1 2 3 4. ഗ്രീൻ ഉള്ളത് 4. അങ്ങനെയാണ് പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ഗ്രീൻ സെക്ടർ ഈസ് ഈക്വൽ ടു 4/8. അതായത് നമ്പർ ഓഫ് ഔട്ട്കം ഗെറ്റിംഗ് എ ഗ്രീൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്കം എത്ര മൊത്തം എത്രയുണ്ട്. ഇപ്പൊ ഡൈ ആണെങ്കിൽ 6 ആണ് ടോട്ടൽ, കോയിൻ ആണെങ്കിൽ 2 ആണ്. അവിടെ 2 അല്ല ഉള്ളത്. പിന്നെ തന്നിരിക്കുന്നത് ഈ വീല് സ്പിന്നിങ് ഇവിടെ എത്ര 1 2 3 4 5 6 7 8. 8 ആണ്. ഇപ്പൊ ടോട്ടൽ ഔട്ട്കം ടോട്ടൽ അതിനകത്ത് ഗ്രീൻ തന്നിരിക്കുന്നത് 1 2 3 4 ഗ്രീൻ ആണ്. കണ്ടോ? മനസ്സിലായില്ല? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഗ്രീൻ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 4/8. 4/8 വെട്ടി കുറച്ച് 1/2. 4/8 2 കിട്ടിയുണ്ട്. ഇവിടെ 4 വീണ്ടും 8. കണ്ടോ? 1/2. അപ്പൊ പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ഗ്രീൻ സെക്ടർ ഈസ് ഈക്വൽ ടു 1/2. ഇനി അടുത്ത് ചോദിച്ചാൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ഗ്രീൻ സെക്ടർ. അതായത് ഗ്രീൻ സെക്ടർ കിട്ടാതിരിക്കാൻ. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്കം കണ്ടുപിടിക്കും. ടോട്ടൽ ആയിട്ട് അതായത് നമ്പർ ഓഫ് ഔട്ട്കം ഓഫ് നോട്ട് ഗെറ്റിംഗ് എ, ഇതെല്ലാം ഇങ്ങനെ വഴിഞ്ഞു വരുന്നുണ്ട്. നോട്ട് ഗെറ്റിംഗ് എ ഗ്രീൻ സെക്ടർ സമം. അപ്പൊ ഗ്രീൻ കിട്ടാതിരിക്കാൻ. അപ്പൊ ഗ്രീൻ അല്ലാത്ത ഗ്രീൻ അല്ലാതെ 2 1 2 3
3. കാരണം അല്ല 4 എണ്ണം 1 2 3 4 ഇത് 4. അപ്പോ 4 കാരണം ടോട്ടൽ 8 4 ഗ്രീനാണ് 4 വേറെ. ഇവിടെ റെഡ് എന്ന് ചോദിച്ചാൽ അതിന് വരെ നോട്ട് ഗെറ്റിംഗ് ഗ്രീനാണ്. നോട്ട് ഗെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കിട്ടത്തില്ല തന്നെ കിട്ടത്തുള്ളൂ, റെഡ് കിട്ടത്തുള്ളൂ. പറയട്ടെ റെഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ നോട്ട് ഗെറ്റിംഗ് 4. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ചുരുക്കം പറയാം. പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ഗ്രീൻ സെക്ടർ സമയത്തിലായിരിക്കും 4/8. അത് 1/8 ശരി. 1/8 നമുക്ക് വേണം. എപ്പോഴും നമ്മൾ ഈ ആൻസർ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ഇതാണ് ആൻസർ. പരിശോധിച്ചാൽ സിമ്പിളായിട്ട് വീലൊക്കെ സ്പിന്നിങ് കറക്കുമ്പോൾ സിമ്പിളാണ്. അടുത്ത എക്സസൈസ് 5 ആണ്. ഇത് റിവീൽ അതിലുള്ള ഇവിടെ സെക്ടറുകളാണ്. ഓക്കെ, ഇവിടെ സ്പിന്നിങ് വീൽ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്. 5.3 ക്വസ്റ്റ്യൻ ഉണ്ടോ? നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ദ ഔട്ട്കം യു ക്യാൻ സീ ഇൻ ദീസ് എക്സ്പെരിമെന്റ്സ് സ്പിന്നിങ് ആൻഡ്. അതിനകത്ത് ഔട്ട്കംസ് ഏതൊക്കെ ഔട്ട്കം ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. എ ബി എ സി ഇത്ര ഔട്ട്കം. എ 2 പ്രാവശ്യം. പക്ഷേ എ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് പേരെഴുതിക്കുന്നത് എ 4 പ്രാവശ്യം. എ ബി സി. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ടോസിംഗ് 2 coins together. 2 കോയിൻ ടോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന 2 കോയിൻ എന്ന് പറയുന്നത് 2 കോയിൻ ഒരുമിച്ചാണ്. 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യാൻ ഇതില് നമ്മൾ കാണുന്ന ഭാഗം 2 തിരിച്ചു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ചാൻസ് ആയിരിക്കും? 2 കൂടെ ഒരുമിച്ചിടുമ്പോൾ 2 ഒരുമിച്ച് ഒന്ന് കെട്ടും ഒന്ന് ചെയ്യുക അല്ലേ? പിന്നെ 2 കെട്ടി വീഴാം, 2 തെയ്യ് വീഴാം. പിന്നെ ആദ്യത്തെ തെയ്യും രണ്ടാമത്തെ ഇല്ലേ? ആദ്യത്തെ 2 ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന കെട്ടും രണ്ടാമത്തെ തെയ്യ് വീഴാം. ആദ്യം കാണുന്ന തെയ്യ് രണ്ടാമത്തെ കെട്ടി വീഴാം. 2 കെട്ടി വീഴാം, 2 കെട്ടി. വേറെ ഏതെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല. ടോസ് ചെയ്യുമ്പോൾ ഇതാണ് ടോസിങ്. ഈ മൂന്നാമത്തെ അതിനകത്ത് എ ബി സി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിൽ ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദി പോയിന്റർ സ്റ്റോപ്പിംഗ് ഓൺ ഡി ഇൻ ക്വസ്റ്റ്യൻ 1A. ക്വസ്റ്റ്യൻ 1A എന്നൊന്നില്ല. ഈ ക്വസ്റ്റ്യൻ 1A ഇപ്പൊ നമ്മള് ഇതിനകത്ത് ഡി വരാനുള്ള സാധ്യത നോക്കി എത്ര ഔട്ട്കമാണോ? 1 2 അപ്പം 1 2 3 4 5 ഔട്ട്കമാണ്. അതിനകത്ത് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 5 ആണ്. അതിനകത്ത് ഡി എന്ന് പറയുന്നത് ഒരെണ്ണേ. ഇപ്പൊ ഡി വരാനുള്ള സാധ്യത എത്രയാണ്? 1/5. ശരി കേട്ടോ. There are all 5 outcomes of the event. The pointer stopping on D has only 1 on D ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഡി വരാൻ ഒരു സാധ്യത. അപ്പൊ അതുകൊണ്ട് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ടോട്ടൽ അറിയാം. 1 2 3 4 5 കേട്ടോ. ഇതാണ് അടുത്ത ഡി. അതിന്റെ 3ന്റെ രണ്ടാമത്തെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഈസ് ഫ്രം എ വെൽ ഷഫിൾഡ് ഡെച്ച് ഓഫ് 52 പ്ലേ കാർഡ്സ്. എന്തറിയാം?
ചീട്ട് 52 കാർഡാണ്. അതിനകത്ത് ആസം എന്ന് പറയുന്നത് എത്ര ആസം അറിയാം? 52 എണ്ണമുള്ള പ്ലെയിൻ കാർഡ്സ് ആസം 4 ഓർത്തിരിക്കും കേട്ടോ. ആസം തരത്തിൽ 4 ആസമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ആസ് ഫ്രം എ ഡെക്ക് ഓഫ് 52 കാർഡ്സ്. അപ്പം ആസം എന്ന് പറയുന്നത് 4 ഉള്ളത്. ടോട്ടൽ കാർഡ് 52. അപ്പോൾ 4/52 4/52 വെട്ടിപ്പറിക്കുക 1/30. ഇതൊന്നും നോക്കി പരിശീലനം ചോദിക്കാം കേട്ടോ. ഒരു കാർഡ് ബഞ്ചിനകത്ത് ആസ് വീഴാനുള്ള സാധ്യത ആസ് 4 4 ഉത്തരം 1/30 കേട്ടോ. ഇനി അടുത്ത സി. ഇതിന്റെ സി ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് സിയുടെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ആണ്. ഈ ചിത്രം നോക്കും. ഇതാണ് ഈ ചിത്രം. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന് വേണ്ടി അനുവദിച്ചു. 3 റെഡ് ആപ്പിൾ. ഇവിടെ ഗ്രീൻ, റെഡ്, ഗ്രീൻ, ഗ്രീൻ. ഓക്കെ, എത്ര റെഡ് ആപ്പിൾ ഉണ്ടെന്ന് റെഡ് ആപ്പിൾ എഴുതി നോക്കും. 1 2 3 4 റെഡ് ആപ്പിളാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ആപ്പിൾ എത്രയാണ്? ടോട്ടൽ 1 2 3 4 5 6 7 4. അപ്പോൾ 4/7. ശരി, റെഡ് ഉള്ളത് 4. ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 7. അപ്പൊ 4/7 കണ്ടത്. ഒന്നും ചെയ്യണ്ട, 4/7 കിട്ടാൻ 4/7 ആൻസർ. ഓക്കെ, 4/7. ദെൻ ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ ഈ അഭ്യാസത്തിൽ കൊണ്ടുകൂടുക ചെയ്യുന്നത്. ബാക്കി നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. നമ്പർ 1 to 10 ആണ് റിട്ടൺ ഓൺ 10 സെപ്പറേറ്റ് സ്ലിപ്പ്. 1 മുതൽ 10 വരെ നമ്പറുകൾ എഴുതിയിരിക്കുക. kept in a box and mixed. One slip is chosen from the box without looking into. നോക്കാതെ തന്നെ എടുക്കണം. ഇവിടെ ലോട്ടറി എടുക്കുന്ന പരിപാടി, കുറി എടുക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്? ഇതാണ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. 1 മുതൽ 10 വരെ നമ്പർ എഴുതിയിരിക്കുക. ഗെറ്റിംഗ് എ നമ്പർ 6. അതായത് 1 മുതൽ 10 വരെ ആകുമ്പോൾ 6 കിട്ടാൻ 6 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഉണ്ടാവും. 6 ഒരു പ്രാവശ്യവും. അപ്പൊ 6 കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1/10. ടോട്ടൽ 10. 6 കിട്ടാനുള്ള ചാൻസ് 1/10. ടോട്ടൽ 10 നമ്പറാണ്. അപ്പൊ 10 ചാൻസ്. അതിൽ 6 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യവും. അതുകൊണ്ട് 1/10. ഇല്ലേ? കണ്ടോ? 1/10. അടുത്ത ഗെറ്റിംഗ് നമ്പർ ലെസ് ദാൻ 6. 6 താഴെയുള്ള നമ്പർ. 6 താഴെ നമ്പർ ഏതൊക്കെയാണ്? 1 2 3 4 5. അപ്പൊ 5 ഉണ്ട്. അപ്പൊ എത്രയാണ്? 5/10. 6 താഴെ 5/10 1/2. കണ്ടോ? ശരിയല്ലേ? 6 താഴെ 6നേക്കാൾ കുറഞ്ഞത് 1 2 3 4 5. അപ്പോ 5 5/10. ടോട്ടൽ 10 അതിൽ 5 5/10 1/2. ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 6. 6 കൂടുതലുള്ളത് 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഗെറ്റിംഗ് ഗ്രേറ്റർ ദാൻ 6 എത്രയായിരിക്കും? 4/8. ഇത് വന്നു കഴിഞ്ഞാൽ 2/5. കണ്ടോ? 2/5 is equal to വേണ്ടി കൊടുക്കുക. കണ്ടോ? 2/5. Then നാലാമത്തെ getting 1 digit number has 9 outcome. അതായത് getting 1 കിട്ടാൻ, അതായത് ഒരു ഡിജിറ്റ് നമ്പർ കിട്ടാൻ. എന്നാൽ 1 മുതൽ 10 വരെ 9 എണ്ണവും 1 ഡിജിറ്റാണ്. 10ാമത്തത് 2 ഡിജിറ്റാണ്. അപ്പൊ 1 കൂട്ടാൻ 2 കൂട്ടാൻ 3 4 5 6 7 8 9 എണ്ണം. 10ാമത്തെ പറ്റത്തില്ല. 10ാമത്തെ 2 ഡിജിറ്റ് നമ്പർ. ഇത് 1 ഡിജിറ്റ് നമ്പറാണ്. 10 ഒഴിവാക്കി 9 എണ്ണം. അപ്പം 9/10. ശരിയല്ലേ? ടോട്ടൽ 10 9 എണ്ണം. 9/10 ഇട്ടുകൊടുക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടാൽ മതി. 9/10. ഇനി ഇതെല്ലാം നമുക്ക് നോക്കി അവസാനം നമുക്ക് വണ്ണം തിരിച്ച് കിട്ടണം. ഓക്കെ, അപ്പോൾ 1 ഡിജിറ്റ് നമ്മൾ കിട്ടാൻ 9/10. ഓക്കെ, ഇതിനകത്തുള്ള കോമൺ ആയിട്ട് ചെയ്തോളൂ. ബാക്കി വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാത്തിനും ചെയ്തു. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇത് നോട്ട് വിട്ടേക്കാം. അപ്പോൾ ചാപ്റ്റർ തീർന്നു. ഒരു കാര്യം ഓർക്കുക, ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പരീക്ഷയ്ക്ക് വരും. ഉറപ്പാണ്, നോക്കിക്കോണം. പൈഡഗ്രാം വരയ്ക്കാൻ പരീക്ഷയ്ക്ക് വരും. ഒരു പൈഡഗ്രാം ഇതിൻ്റെ കുട കിടക്കുന്നുണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നു. കുട കിടക്കുന്നുണ്ട്.
ഒരു തന്നിട്ട് ഹിസ്റ്റോഗ്രാമ ഫയലിൽ എന്നുള്ള അതിനകത്ത് നമുക്ക് ഉത്തരം എഴുതാനുള്ള വരും. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലത് വേണ്ട കേട്ടോ. പഠിച്ചുകൊള്ളുക. വളരെ എളുപ്പമാർഗം കിട്ടുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു ബുദ്ധിമുട്ടുള്ളതല്ല. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടി ഡബിൾ ബാർ ഗ്രാഫോ ഇതിലേക്ക് ഒരെണ്ണമായിരിക്കും വരുന്നത്. പൈലറ്റിന് വരയ്ക്കാനുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, പരിശീലനം പഠിപ്പിച്ചു കഴിഞ്ഞു. നോട്ടും വിശദമായിട്ടുള്ള വീട്ടിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. സംശയം ഡൗട്ട് വിളിച്ചു, കുഴപ്പമില്ല. ഇതിട്ടാൽ മതി, ഇതിട്ടാലും പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഇന്ന് തന്നെ നോട്ട് വരും, എഴുതി വെച്ചു. നാളെ ബുക്കും അവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണം. ഫീസൊക്കെ അടയ്ക്കണം. പേപ്പർ ഒന്ന് മേടിച്ചുകൊണ്ട് പോകണം. ഓരോ പരീക്ഷയിൽ 4 ഷീറ്റ് പേപ്പർ വെച്ചെടുക്കാം. അപ്പം 4 മുതൽ 8 പുറത്ത് പരീക്ഷ എഴുതാം. 7 പരീക്ഷയാണ്. മണ്ടേ തുടർന്ന് ക്വസ്റ്റ്യൻ റെഡിയായിക്കൊണ്ടിരിക്കും. പക്ഷെ പുറത്തുനിന്ന് അറിയുന്നത്. അപ്പോൾ ഓക്കെ, സക്സസ്.